10-25 വയസ്സൊക്കെ ആയല്ലോ, ഇനി എന്നാ കല്യാണമൊക്കെ? വീട്ടുകാരോട് നോക്കാൻ പറ. അതൊക്കെ അപ്പുറത്തെ രമണിയുടെ മോള് കണ്ടു പഠിക്കണം അവളെയൊക്കെ. കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം 3 പിള്ളേരായിരുന്നു കയ്യില്. ഒരു 10-25 വയസ്സ് കഴിഞ്ഞാലൊന്നും പെണ്ണ് കിട്ടത്തില്ലെന്നേ. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് മാത്രം കണ്ടുവരുന്ന, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കൊന്നും നമുക്കില്ലാത്ത ചില പ്രത്യേകതകൾ നമ്മൾ മലയാളികൾക്ക് മാത്രമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ചോദ്യങ്ങളാണ്. കല്യാണമായില്ലേ, കുട്ടിയായില്ലേ, അങ്ങനെയുള്ള പല പല ചോദ്യങ്ങളാണ് നമ്മൾ മലയാളികൾ. എന്തൊക്കെ അറിഞ്ഞാലെന്നറിയോ നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിച്ചു പോകാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില ചില ക്വസ്റ്റ്യൻസ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കൊരു 10-25 അല്ലെങ്കിൽ ഒരു 20 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അനുഭവിച്ച് കാണും. ചിലപ്പോൾ 2 പറഞ്ഞും കാണും. നമുക്ക് ആ ഒരു ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചെസ് നമ്പർ 1 ഓൺ ദ സ്റ്റേജ്. മോനെ, 10-25 വയസ്സൊക്കെ ആയല്ലോ, ഇനി എന്നാ കല്യാണമൊക്കെ? വീട്ടുകാരോട് നോക്കാൻ പറ. ഒരു 10-25 വയസ്സ് കഴിഞ്ഞാലൊന്നും പെണ്ണ് കിട്ടത്തില്ലെന്നേ. ഇപ്പോഴും നോക്കാൻ പറ അവനോടൊക്കെ. പെൺകൊച്ചിന് ജോലിയൊക്കെ ആയില്ലേ, ഉടനെ കെട്ടിച്ചു വിടുന്ന പരിപാടികൾ നോക്കുന്നേ. പെട്ടെന്നൊരു ജോലി വാങ്ങിക്കുക, പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം അല്ല പിന്നെ. ഇങ്ങനെയൊക്കെയാണ് ഈ കല്യാണ ചോദ്യങ്ങൾ. ഒരു പ്രായമാകുമ്പോഴത്തേനും കല്യാണം കഴിക്കണം. പിന്നെ അതിനൊരു പ്രായം എന്നുള്ള ലിമിറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 10-25 ഇപ്പോൾ പെൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ പിന്നെ പറയാനും വേണ്ട. 18 കഴിഞ്ഞാൽ ചോദ്യം തുടങ്ങും, കല്യാണം കഴിക്കുന്നില്ലേ, കെട്ടിച്ചു വിടുന്നില്ല. ഇപ്പോൾ ഒരു പെൺപിള്ളേർക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വീടിൻ്റെ പാല് കാച്ചലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കല്യാണാലോചന കൊണ്ടല്ലാതെ നിങ്ങൾ തിരിച്ചു വരില്ല. നിങ്ങളൊരു 10-18-20 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ. കാരണം അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു മുതു അമ്മായി കാണും ഇങ്ങനെ ചോദിച്ചുകൊണ്ട്, ഒരു വെട്ടക്കമ്മായി കാണും ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട്, തെക്കടുത്ത കൊച്ചല്ലേ, അത് കല്യാണമൊന്നും ആയില്ലയോ നീ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണങ്ങൾ കാണും. ഒരു രക്ഷയില്ലേ അവരെ കൊണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻ കേസ് അവരോട് ഇങ്ങനെ ഓപ്പണായിട്ട് പറയാതിരിക്കട്ടെ, എനിക്ക് പറ്റുന്നില്ല, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞൊക്കെ ഞാൻ നോക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുകയാണെന്നിരിക്കട്ടെ. പിന്നെ അവിടെ അരങ്ങേറാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേനും വേൾഡ് എന്നുവെച്ചാൽ KPC നാടകമായിരിക്കും അവിടെ അരങ്ങേറാൻ പോകുന്നത്. വൈബ് സാധനങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അങ്ങ് തുടങ്ങും അവരങ്ങനെയല്ലേ, പിന്നെ അവരെ കണ്ടില്ലേ, നിങ്ങൾ ഇവരെ കണ്ടില്ലേ, അവർ കല്യാണം കഴിച്ചാൽ അവർ സെറ്റിലായി, അങ്ങനെയാണ് ഇങ്ങനെയാണ് മങ്ങായ തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ മാനസികമായിട്ട് അങ്ങ് ഒതുക്കും. അതായത് അവർ ഏകദേശം കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു ദുരന്തമൊക്കെ അനുഭവിച്ചു. ഇനി നിങ്ങളും ആ ദുരന്തത്തിലേക്ക് വരണം. നിങ്ങളിങ്ങനെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം, കുട്ടികൾ. ചെസ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. മോളെ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ ആയില്ലേ, 1-2 കൊല്ലമൊക്കെ ആയില്ലേ, ഇതിന് ഇത്ര താമസം പിള്ളേരൊക്കെ ഉണ്ടാവാനായിട്ട്? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയുന്നേ, എൻ്റെ അടുത്ത് ഡോക്ടർ, നമുക്ക് പോയി കാണാം. അതൊക്കെ അപ്പുറത്തെ രമണിയുടെ മോള് കണ്ടു പഠിക്കണം അവളെയൊക്കെ. കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം 3 പിള്ളേരായിരുന്നു കയ്യില്. ഈ പിള്ളേരുടെ കാര്യത്തിലൊന്നും നമ്മൾ ഒത്തിരി താമസിക്കില്ലെന്നേ, പെട്ടെന്ന് തന്നെ അങ്ങ് വരുത്തിയേക്കണം. അല്ലെങ്കിൽ പിന്നീടൊക്കെ ആണെങ്കിൽ ഒന്നും. ഇത് നമ്മുടെ നാട്ടിലെ ഒരു അത്യാവശ്യം തന്നെ ഒരു മെയിൻ വിഷയങ്ങളിൽ പെടുന്നൊരു കാര്യമാണ്. അതായത് കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ 2 അപരിചിതരായിരിക്കുമല്ലോ. അതിപ്പോൾ ഒരു മോശം കാര്യമാണെന്നൊന്നുമല്ല, 2 അപരിചിതരായിരിക്കുമല്ലോ ഇവന്ന് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പരിചയപ്പെടാനും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇവരുടെ കാര്യങ്ങളൊക്കെ പറയാനും ഇവർക്ക് തന്നെ പേഴ്സണലായിട്ട് കുറച്ച് സമയം വേണം. ആ സമയം എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും കൊടുക്കാറില്ല. ഉടൻ തന്നെ കുട്ടി 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 എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇവരുടെ മാതാപിതാക്കൾ തന്നെ അപ്പനും അമ്മയും തന്നെ ആദ്യമേ ചോദിക്കും, എങ്ങനെയാ, മനസ്സിലായോ, ഇതുവരെ ഒന്നും ആയില്ലേ എന്നുള്ള രീതിക്ക് ചോദ്യങ്ങൾ തുടങ്ങും. അവരെ നമ്മളിങ്ങനെ പ്രഷർ ചെയ്യുകയാണ് കുട്ടികളുണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഇനി ഇൻ കേസ് ഇവർ തമ്മിലുള്ളൊരു സിങ്ക് സെറ്റ് ആവുന്നില്ല എന്നിരിക്കട്ടെ, കുട്ടികൾ വരും, കുട്ടികൾക്കും അവസ്ഥ, അപ്പനും അമ്മയും സന്തോഷമില്ല, പിന്നെ അവരുടെ ജീവിതവും പോയി. അയ്യോ. അതുകൊണ്ട് കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഒരു പ്ലാൻ ചെയ്ത് ഒരു ലൈഫ് പ്ലാനിങ്ങോടെ വരേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞിട്ട് നാളെ ഒരു സുപ്രഭാതി വന്ന് ചാടേണ്ടവരല്ല. അതുകൊണ്ട് ആ ഒരു രീതിക്കൊക്കെ നമ്മൾ എടുക്കുക. ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വന്നാൽ പറ്റുന്നത്ര സാഹചര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. ഇനി ഇൻ കേസ് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോകാതിരിക്കുക, നമ്മുടെ കാര്യം നോക്കുക, അത്രേ ഉള്ളൂ. ഇനി ചെസ് നമ്പർ 3 ഈ സെക്ഷനിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ജോലി. അതായത് സ്വന്തം മക്കൾക്കൊരു ജോലി കാണും, അയൽവക്കക്കാരുടെ മക്കൾക്കും ഒരു ജോലി കാണും. എല്ലാവരുടെയും പഠിക്കാനുള്ള കഴിവും അങ്ങനത്തെ എന്താ പറയുക, ഒരു മെമ്മറൈസ് ചെയ്ത് എക്സാമിന് കൊണ്ട് എഴുതാനുള്ള കഴിവൊക്കെ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഇതൊന്നും മനസ്സിലാക്കില്ല. എന്നിട്ട് അയൽവക്കക്കാരുടെ കൊച്ചിനെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. ഇത് കണ്ടില്ലേ, ഇവന് അവർക്ക് നല്ല മാർക്കുണ്ട്, നന്നായിട്ട് പഠിച്ച് നല്ല ജോലി വാങ്ങിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ നടന്നോ എന്നുള്ള രീതിക്കായിരിക്കും മൊത്തം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരുത്തനാണെങ്കിൽ എഞ്ചിനീയറിങ്ങും പഠിച്ചു, അതും പഠിച്ച് ഇതും പഠിച്ച് എന്തൊക്കെയോ പഠിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു, 10-15 രൂപയ്ക്ക് ശമ്പളം ചെയ്ത് നടക്കുന്നു. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി 10-40,000 രൂപ ശമ്പളം,
ബൈക്ക്, കാറ്, വെൽ സെറ്റിൽഡ്. ഇവിടെ ഓരോരുത്തന്മാരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രഷർ ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രഷർ ഉണ്ടല്ലോ, ഇത് നമുക്ക് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, നാട്ടുകാരുടെ കയ്യിൽ നിന്നുണ്ട്. ഈ ജോബ് കമ്പാരിസൺ, അവരുടെ അങ്ങനത്തെ അവർക്ക് ആ ജോലി കിട്ടിയില്ല, ഇവർക്ക് ഈ ജോലി കിട്ടില്ല, നിനക്ക് ഇത് മാത്രം കിട്ടുള്ളൂ. ഓരോരുത്തർക്കും നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യങ്ങൾ, നമുക്ക് സന്തോഷം കിട്ടുന്ന മേഖലകളിൽ ജോലി ചെയ്യുക, നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് പോവുക എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരാളത് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി അവർ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടോ? ഇനിയാണ് ചെസ് നമ്പർ 4 വേദിയിലേക്ക് കടന്നു വരുന്നത് സുഹൃത്തുക്കളെ. ഇതെല്ലായിടത്തും ഉണ്ട്, ഏത് നാട്ടിൽ പോയാലും, കേരളത്തിൻ്റെ ഏത് മുക്കിപ്പോയാലും ഈ ഒരു സംഭവം ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് അയലോക്കംകാരൻ്റെ കാര്യം അറിയാം, നമുക്കൊരു പ്രത്യേക നാക്കാണ്. അയലോക്കംകാരൻ എന്ത് ചെയ്യും, അവനോട് വന്നോ, അവൻ്റെ വീട്ടിൽ ആരാ വന്നത്, അവൻ്റെ വീട്ടിലെ ഇടയ്ക്ക് വന്ന പെണ്ണ് ഏതാ, മനസ്സിലായി, ഇതെല്ലാം അറിയണം. എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയണം. എന്നിട്ട് സ്വന്തം ഇവരുടെ മക്കളും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ നോ വറീസ്, അയലോക്കംകാരൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതി വെക്കും അവർ, മനസ്സിലായോ, എഴുതി കുറിച്ച് വെക്കും. അതായത് സ്വന്തം വീട്ടിൽ ഇൻ കേസ് സ്വന്തം വീട്ടിൽ ഇൻ കേസ് കഞ്ഞി വെച്ചില്ലെങ്കിലും അയലോക്കംകാരുടെ വീട്ടിൽ കഞ്ഞി വെച്ചോ, കുളിച്ചോ, കഴിച്ചോ, ബാത്റൂമിൽ അവൻ എപ്പോഴാണ് പോകുന്നതെന്ന് വരെ എല്ലാ ഡീറ്റെയിൽസും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഇവരുടെ കാണും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഒരുപാട് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. ചില ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ നമ്മളെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ഡൗൺ ആവും. നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക, നമ്മുടെ കോർ മൈൻഡിലേക്ക് എടുക്കാതിരിക്കുക. ഇതൊക്കെ ആ ഒരു സെറ്റപ്പിൽ ഇതൊക്കെ ഒരു ചിരിച്ച് കളിച്ച ഒരു വൈബിൽ അങ്ങ് വിടുക, നമ്മൾ നൈസായിട്ട് അങ്ങ് പോവുക നമ്മുടെ ജീവിതം. ഇനി അടുത്ത ചെസ് നമ്പറിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ ചുമയാണോ? ആ കുക്കുരുട്ടാതെ വെള്ളം എടുത്തിച്ചിട്ട് ചൂടുവെള്ളത്തിനകത്തിട്ട് അണ്ണാക്കിലേക്ക് വെക്കുന്നേ, അന്നാട്ടം കുറഞ്ഞോളും. അല്ല പിന്നെ ഇത് തന്നെ, നമുക്കിനി പനി വന്നാലും, നമുക്കിനി ചുമ വന്നാലും, നമുക്കിനി എന്ത് സംഭവിച്ചാലും എല്ലാത്തിനും ഒരു റെമഡി കാണും ഇവരുടെയൊക്കെ കയ്യിൽ, നമ്മുടെ നാട്ടുകാരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു റെമഡി കാണും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ റെമഡീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കുക്കുരുട്ടാതി എണ്ണ, പിന്നെ എന്തൊക്കെ തൈലം, മനസ്സിലായോ, എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായ ഉടനെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ആശുപത്രി പോവുക. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനത്തെ ഉള്ള കുറച്ച് പരിപാടികളുണ്ട്, നമ്മുടെ കുറച്ച് കൈവിദ്യകളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ഇറക്കും. എന്തിനും ഏതിനും മുടി പൊഴിഞ്ഞാൽ അതിനൊരു 1000 എണ്ണ കാണും. മുടി പൊഴിച്ചിട്ട് നമ്മുടെ വീട്ടുകാർ തന്നെ ഉണ്ടാക്കുന്ന കുറേ സെറ്റപ്പുകളുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് ലേഡ് വൈദ്യന്മാരൊക്കെ തരുന്ന കുറേ സാധനങ്ങളൊക്കെ കാണും. ഇതൊക്കെ നമ്മൾ എടുത്ത് അടിച്ച് ഊതി തേച്ച് പണ്ടരവിടേക്ക് മെഴുകും. അവസാനം വന്ന് മുടിയും കാണത്തില്ല, കാണത്തില്ല. അല്ല പിന്നെ എന്താടാ അളിയാക്കാണോ നീ? വിവരം പറയും നീയൊക്കെ. അയ്യോ വിവരം പറയണ്ടേ. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കലവരങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എഴുതി തള്ളുക. നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം നമ്മൾ വായിച്ചു നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബൈ.